നമസ്കാരം. എൻ്റെ പേര് ഷാജി. ഞാൻ നാട്ടിൽ പത്തനംതിട്ട അടൂരാണ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഞാൻ ചൈനയിലാണ് സെറ്റിൽ. നമുക്ക് അവിടെ ഫ്രൈറ്റ് ഫോർവേഡിങ്, ഇൻ്റർനാഷണൽ ഷിപ്പിങ്, പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, പ്രോഡക്റ്റ് സോഴ്സിങ്, ഇതൊക്കെയാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതം ഉണ്ടാവും, ചൈനയിലൊരു മലയാളിയോ? ഓക്കെ, അതെ, ഞാൻ 2006 ചൈനയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം അവിടെ നമുക്ക് ഓൺ കമ്പനിയുണ്ട്. മേജറായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രോഡക്റ്റ് സോഴ്സിംഗ് ആണ്. പ്രോഡക്റ്റ് സോഴ്സിംഗ് എന്ന് പറയുമ്പം നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഐഡിയ ഉണ്ട്, നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനെ മെറ്റീരിയലൈസ് ആക്കി ഒരു ഫൈനൽ പ്രോഡക്റ്റ്, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിലേക്ക് മാറ്റി തരാനുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിനായിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഐഡിയ തോന്നി, ഞാനൊരു പ്രോഡക്റ്റ്, എനിക്ക് ഈ ഫൈനൽ പ്രോഡക്റ്റ് എൻ്റെ ബ്രാൻഡിൽ മാർക്കറ്റിൽ ഇറക്കണം. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ കിട്ടിയാൽ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ തൊട്ട് അതിൻ്റെ പിന്നെ കളറ്, അതിൻ്റെ സൈസ്, മെറ്റീരിയൽ എന്താ യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഏത് പാക്കിങ്ങിലാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ അത് ഏത് ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഫൈനലാക്കി നല്ല ഫാക്ടറികളുമായിട്ട് ടൈപ്പ് ആക്കിക്കൊണ്ട് അവിടുന്ന് മാനുഫാക്ചറിങ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് പാക്കിംഗ് ആക്കി, ഓക്കെ, നിങ്ങളുടെ കൺഫർമേഷൻ, കസ്റ്റമറുടെ കൺഫർമേഷനോട് കൂടി ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് ഒക്കെ ചെയ്യിച്ച് അതിനെ നമുക്ക് ഷിപ്പിംഗ് ചെയ്ത് ഏത് ഡെസ്റ്റിനേഷനിലാണോ നിങ്ങൾക്ക് എത്തേണ്ടത് അവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ കസ്റ്റംസ് ഒക്കെ ക്ലിയറൻസ് ചെയ്തു, ഇമ്പോർട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്തു, ഡ്യൂട്ടിയൊക്കെ പേ ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ വരെ അല്ലെങ്കിൽ നിങ്ങളുടെ വെയർ ഹൗസിൽ വരെ നമ്മൾ എത്തിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ കമ്പനി കഴിഞ്ഞ 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാജി, വെൽക്കം ടു ഹ്യൂസ്റ്റൺ വോയിസ്. നമസ്കാരം. ഷാജിയുടെ കാര്യങ്ങൾ കുറേയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഷാജിയെ ശാസ്താംകോട്ടയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അവിടെയുള്ള വിദ്യാഭ്യാസത്തെ പറ്റിയും ബോംബെയിൽ എത്തിപ്പെട്ട കാര്യവും ചൈനയിൽ എത്തിപ്പെട്ട കാര്യവും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതെ, ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പിന്നെ കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഓക്കെ, ശാസ്താംകോട്ട അടുത്താണ്. പിന്നെ പഠിച്ചതൊക്കെ എന്താ പറയുന്നത് കല്ലുകുടി സ്കൂളിൽ, പിന്നെ ശാസ്താംകോട്ട കോളേജിൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ജബൽപൂരിൽ, മധ്യപ്രദേശിലാണ് എൻ്റെ BCom ചെയ്തത്. ഓക്കെ, അവിടെ എൻ്റെ മാമനും മാമിയും ഉണ്ടായിരുന്നു. BCom കഴിഞ്ഞ് ഞാൻ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ വർക്ക് പല സ്ഥലങ്ങളിൽ ചെയ്തു, പല ഫീൽഡുകൾ, അക്കൗണ്ട്സിലും ഓപ്പറേഷൻസിലും സെയിൽസിലും ഒക്കെ ചെയ്ത് ഞാൻ ബോംബെയിൽ ട്രാൻസ്ഫർ എത്തി. ബോംബെയിൽ എത്തിയപ്പോൾ എനിക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയത് അവിടുത്തെ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് കസ്റ്റം ക്ലിയറൻസിൽ, CHA ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഇമ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ്, എക്സ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രൈറ്റ് ഫോർവേഡിങ്, പിന്നെ എയർ കാർഗോ ഹാൻഡ്ലിങ്, FCL, LCL, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ വന്നു. അങ്ങനെ ബോംബെയിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ദുബൈ കമ്പനി എനിക്ക് ഒരു ജോബ് ഓഫർ ചൈനയിലേക്ക് തരുന്നത് 2006. അപ്പോൾ ആ സമയത്ത് ചൈനയിലോട്ട് പോകാന്ന് പറയുന്നത് ഒരു എന്തോ നമുക്ക് ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഗൾഫിലോട്ട് പോകും, ദുബൈക്ക് പോകും, അല്ലെങ്കിൽ US പോകും, ഇതൊക്കെയാണ് കേൾക്കുന്നത്. ചൈനയിലോട്ട് പോകുന്ന ഒരു കാര്യം. പക്ഷെ ഞാനത് ഒന്ന് ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കരിയർ ഈ ലോജിസ്റ്റിക്സ് ഫീൽഡ് ആയതുകൊണ്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മനസ്സിലുണ്ടായതുകൊണ്ട് ചൈനയിൽ ഒരു വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ്, അത് വളരെ നല്ലതാണ് നമ്മുടെ കരിയറിന്. അങ്ങനെയാണ് നമ്മൾ ചൈനയിലോട്ട് പോകുന്നത്. ഓക്കെ, ചൈനയിൽ തുടക്കം ജോലിക്കാണോ പോയത് അതോ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണോ പോയത്? ചൈനയിൽ ഞാൻ ജോലിക്കായിട്ടാണ് പോയത്. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞ ഒരു സ്വിഫ്റ്റ് ഫ്രൈറ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് എന്നെ പിന്നെ ചൈനയിൽ അവിടെ അവരുടെ ഓപ്പറേഷൻ ഗ്വാൻജോ ഓഫീസിന്റെ ഒരു ഓപ്പറേഷൻസ് മാനേജറായിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ഈ ഗംസു ചെന്നിട്ട് അവിടെ ലാംഗ്വേജുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു?
ഇത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2006 അവിടെ ചെല്ലുന്ന സമയത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവിടെ ഒന്നും പോപ്പുലർ ആയിട്ടില്ല. അപ്പം ഓഫീസിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ ചൈനീസ് അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അന്നൊരു 4-5 സ്റ്റാഫ് ഓഫീസിൽ അന്ന് ഞങ്ങൾ സെയിൽസും എല്ലാം കൂടെ കൂട്ടി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു 5 പേരുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളും ഇല്ല. അപ്പൊ എനിക്ക് അവിടെ സ്റ്റാഫിനെ, അതായത് ടീമിന് അവിടെ നല്ല ആഫ്രിക്കയിലോട്ടൊക്കെ നന്നായിട്ട് എക്സ്പോർട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പം ടീം ഡെവലപ്പ് ആക്കണം. ടീം ഡെവലപ്പ് ആക്കാൻ ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ആരെയും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരാളെ ട്രാൻസ്ലേറ്ററെ വിളിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഇന്റർവ്യൂ എടുത്ത് നമ്മൾ സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻമെന്റ് ചെയ്യുന്നതും. സ്റ്റാഫിനെ അപ്പോയിൻമെന്റ് ചെയ്ത് പിന്നെ അവരെ കുറേശ്ശെ ലാംഗ്വേജ് പഠിപ്പിച്ചു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ഓപ്പറേഷൻ വർക്കുകളൊക്കെ പഠിപ്പിച്ചാണ് നമ്മൾ പിന്നെ ഒരു 10-18 പേരുടെ ഒരു ടീം ആക്കുന്നത്. ഈ ചൈനയിൽ പോയ സമയത്ത് പ്രായം എന്തായിരുന്നു? കല്യാണം കഴിച്ചിരുന്നോ? അതോ എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരുന്നോ? ഞാൻ ചൈനയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ വിവാഹം 2001 കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് മോള് ആൾറെഡി 5 വയസ്സുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് പോണത്. ബോംബെയിൽ നിന്ന് പിന്നെ ഞാൻ എൻ്റെ ഫാമിലി എല്ലാം നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ശേഷമാണ് ഞാൻ ചൈനയ്ക്ക് പോകുന്നത്. ഈ ലാംഗ്വേജ് കൂടാതെ അവിടെ ഉണ്ടായ അനുഭവങ്ങളിൽ എന്താണ് ഏറ്റവും പ്രയാസം കൂടിയത്? ആഹാരം. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പൈസി ഫുഡും നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അവരുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ചൈനീസ് ഫുഡിന്റെ അന്ന് നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവര് മീറ്റ് കുക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഈ മസാലകളൊന്നും ചേർക്കില്ല. അപ്പോൾ അത് ഒരു മീറ്റ് മാത്രമായിരിക്കും. അതിന്റെ ഒരു സ്മെല്ല് നമ്മൾ നോൺ വെജ് കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് സഹിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട്. അപ്പം ചൈനീസ് ഫുഡ് അഡോപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം തീരുമാനിച്ചു ഞാൻ തിരിച്ച് നാട്ടിൽ പോകാം, ഇതിവിടെ നിന്ന് പറ്റില്ല എന്നൊക്കെ ആദ്യം ഒരു ചിന്തയൊക്കെ വന്നു. പിന്നെ നമ്മൾ പതുക്കെ അത് അഡോപ്റ്റ് ആയി. കാരണം നമുക്ക് നമ്മുടെ ജോബ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഇതായതുകൊണ്ട്. സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്നോ? ആക്ച്വലി സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ജോലി തിരക്കുണ്ട് നമുക്ക് അതിന് സാധിച്ചിട്ടുള്ള തുടക്കകാലത്തൊക്കെ. അപ്പോൾ ഒരു ജോലിയിൽ നിന്ന് ഒരു കമ്പനി തുടങ്ങണമെന്ന് എന്നാണ് തോന്നിയത്? ഞാൻ സ്വിഫ്റ്റിൽ ആൾമോസ്റ്റ് 10 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പം സ്വിഫ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഞങ്ങൾക്കൊരു പ്രൈഡ്ഫുൾ കമ്പനിയായിരുന്നു. വളരെ സ്റ്റാഫിനെ എല്ലാം നന്നായിട്ട് നോക്ക്. നമ്മൾ ആ കമ്പനി ഒരിക്കലും വിടാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ആ കമ്പനി പിന്നെ പല പ്രാവശ്യങ്ങളായിട്ട് ഒരു ബാർലോ വെൽഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഏറ്റെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് DSV എയർ ആൻഡ് സി കമ്പനി ഏറ്റു. അപ്പോൾ പല മാനേജ്മെന്റുകൾ ചേഞ്ച് ആയപ്പോൾ പഴയ സ്റ്റാഫിനോട് തീർച്ചയായിട്ടും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും നമുക്കൊരു ജോലി വിട്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന്. അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? അന്ന് നമ്മൾ ജോലി വിട്ടിട്ട് ഈ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഒന്ന് ഫാമിലി ആൾറെഡി അവിടെ ഉണ്ട്, നമുക്ക് ചൈനയിലുണ്ട്, മക്കളൊക്കെ അവിടെ പഠിക്കുന്നു. എന്റെ ഫാമിലി തുടക്കം തൊട്ടേ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് ഒരു വർഷത്തിനകത്ത് തന്നെ ഫാമിലിയെ കൊണ്ടുപോയി. അവര് പ്രയാസമൊന്നും പറഞ്ഞില്ലേ? അവർക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യമായിരുന്നു. പിന്നെ ഈ ലാംഗ്വേജിന്റെ ഒക്കെ വിഷയം ഉണ്ടെങ്കിലും ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവിടുത്തെ എൻവയോൺമെന്റ് പിന്നെ എല്ലാം നല്ലതാണ്, ക്ലീൻ നീറ്റ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നല്ലതായതുകൊണ്ട് ആര് പോയാലും ഒരു സോഷ്യലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഫാമിലി അവിടെ എൻ്റെ കൂടെ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പം മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ആൾറെഡി ഒരു നല്ല കോസ്റ്റ്ലി ആണ്, അതായത് ഫോറിൻ സ്കൂളിലൊക്കെ വിട്ട് വേണം പഠിപ്പിക്കാൻ. അപ്പം ആ ഒരു സമയത്ത് ഒരു ഫിക്സ് ഇൻകം ആൾറെഡി നമുക്ക് വേണം. പെട്ടെന്ന് ജോലി വിട്ടിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റൽ. അപ്പം നമ്മൾ ആ ഒരു അതുവരെ ജോലിയിൽ സമ്പാദിച്ച പൈസയും പിന്നെ കുറച്ച് നാട്ടിലുള്ള സേവിങ്ങും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ. ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ജോബ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ക്ലയന്റ് ബേസ് ഉള്ളത് കൊണ്ട് നമുക്ക് തുടക്കം തൊട്ടേ നല്ല ബിസിനസ് വരാൻ തുടങ്ങി. താങ്കൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അതെ. എനിക്ക് എന്നിട്ട് എങ്ങനെയാ തുടങ്ങിയത്? എത്ര പേരെ വെച്ചു? എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു? എന്താണ് ചെയ്തത്?
അതെ. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഫ്രൈറ്റ് ഫോർവേഡിങ്, ഈ ഷിപ്പിങ്, ഈ പ്രോഡക്റ്റ് സോഴ്സിങ്, ഇത് ഒക്കെ പറയുമ്പോൾ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആൾറെഡി 2 പേരെ അതിനായിട്ട് ട്രെയിൻഡ് ആക്കി എടുത്തു തുടങ്ങിയിരുന്നു ആ സമയം തന്നെ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ലോക്കൽ സ്റ്റാഫിനെയും എടുത്തു ട്രെയിൻ ആക്കി നമ്മുടെ ഒരു ടീമാക്കി. പിന്നെ ആ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തതിനകത്തും 1-2 സ്റ്റാഫ് എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തു. അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമാണ്. അപ്പം അങ്ങനെ ആ ഒരു നല്ല ടീം, പ്രൊഫഷണലായിട്ട് ടീമാക്കി എടുത്തു നമ്മളത്. അപ്പം പ്രത്യേകിച്ചും ഈ കണ്ടെയ്നർ ബുക്കിങ്ങിനൊക്കെ നമ്മൾക്ക് നല്ല കസ്റ്റം ഡോക്യുമെൻറ്റേഷൻസ്, ചൈന കസ്റ്റംസും അത്ര ഈസി അല്ല ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ. അപ്പം അതിന് പെർഫെക്റ്റ് ആയിട്ട് ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുന്ന സ്റ്റാഫിനെ വേണം. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ എല്ലാവരും കൂട്ടി ട്രെയിനിങ് ആക്കി അവർ നല്ലൊരു ടീം ഫിക്സ് ആക്കിയത്. അപ്പോൾ താങ്കൾ ഫ്രൈറ്റ് ഫോർവേഡിംഗ് ആണെന്ന് പറഞ്ഞു. അത് വലിയ കണ്ടെയ്നറും കാണും, ചെറിയ പാക്കറ്റും ഒക്കെ വരില്ലേ? ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ നമുക്ക് ഈ സൈസ് ഓഫ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒന്ന് 20 ഫീറ്റ് കണ്ടെയ്നർ ഉണ്ട്, പിന്നെ ഒരു 40 GP ഉണ്ട്, 40 ഹൈ ക്യൂബ് ഉണ്ട്, പിന്നെ അതിനകത്ത് OT കണ്ടെയ്നർ ഉണ്ട്, ഓപ്പൺ ടോപ്പ് കണ്ടെയ്നർ. ഓക്കെ, പിന്നെ ഫ്ലാറ്റ് ട്രാക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അങ്ങനെ പിന്നെ ഈ 40 ഫീറ്റ് അല്ലാതെ 45 ഫീറ്റ് കണ്ടെയ്നർ ഉണ്ട്. പല ടൈപ്പ് കണ്ടെയ്നർ പല പർപ്പസിനകത്താണ് ആണ്. ഇപ്പൊ ലൈറ്റ് കാർഗോ, ഹെവി കാർഗോ, വോളിയം കാർഗോ, അങ്ങനെയുള്ള പിന്നെ ഓവർ ഡയമെൻഷൻ ആയിട്ടുള്ള കാർഗോ. ഇതൊക്കെ ഓരോ കാറ്റഗറിയിൽ നമുക്ക് കണ്ടെയ്നർ വേറെ വേറെ ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ റോറോ, ഓക്കെ, ഇപ്പം റോറോ, പിന്നെ അതുപോണക്ക് തന്നെ ഈ ലൂസ് കാർഗോകളായിട്ട് പോകുന്നത്, അങ്ങനെ പല ഇതായിട്ടുണ്ട് ഷിപ്പിനകത്ത്. ചിലത് കണ്ടെയ്നർ വേണ്ട, നമ്മൾ വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ ഓടിച്ച് കയറ്റും, പിന്നെ അത് ഇറക്കും. ഓക്കെ, പിന്നെ ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ, അങ്ങനെ അത് വേറെ, അങ്ങനെയാണ് ഷിപ്പ് ഓപ്പറേറ്റ് ആവുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് LCL, ഓക്കെ, ഇപ്പം കണ്ടെയ്നർ ലെസ് ദാൻ കണ്ടെയ്നർ ലോഡ്, അങ്ങനെയുള്ള കാർഗോകൾ വരും. അപ്പോൾ അതിനെ ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ കൺസോളിഡേഷൻ വരും. ഓക്കെ, കാർഗോ കൺസോളിഡേഷൻ, അത് ബയേഴ്സ് കൺസോളിഡേഷൻ വരും. ഓക്കെ, അപ്പോൾ അതെല്ലാം ആ കാറ്റഗറി എല്ലാം നമുക്ക് സെപ്പറേറ്റ് തിരിച്ചു വേണം നമ്മൾ ഈ ഓരോ സ്ഥലത്തോട്ടും കണ്ടെയ്നർ ബുക്ക് ചെയ്യുന്നതും കാർഗോ അക്യുമുലേറ്റ് ആവുന്നത് ലോഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്യാൻ. അതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഫെഡെക്സോ DHL അങ്ങനെയുള്ള കരിയറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട, കൊളാബ് വരേണ്ട ആവശ്യമുണ്ടോ? ഫെഡെക്സും DHL ആയിട്ട് നമുക്ക് കൊളാബ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. കാരണം നമ്മൾ പിന്നെ ചെറിയ ഷിപ്മെന്റ് അല്ല, നമ്മൾ വലിയ ഷിപ്മെന്റുകൾ എപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൊറിയർ മോഡിലോട്ടും അല്ല. പിന്നെ ഡോർ ടു ഡോർ ചെയ്യുന്നത് തന്നെ നമുക്കിപ്പം ഒരു 50 kg മിനിമം എയർ കാർഗോ ആണെന്ന് കൂട്ടിക്കും. അപ്പോൾ അത് നമുക്ക് പല കസ്റ്റമേഴ്സിന്റെ കമ്പൈൻ ആക്കിക്കൊണ്ട് നമ്മൾ ആ മിനിമം KG ആക്കും. എന്നിട്ട് അത് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഫെഡെക്സിനേക്കാളോ DHL-നെക്കാളും കുറച്ചുകൂടെ ഇക്കണോമിക് ആയിട്ട് കസ്റ്റമർക്ക് ഡെലിവറി ആക്കി കൊടുക്കുക. അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സർവീസ് നമ്മൾ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ അറേഞ്ച്മെന്റ് വേണം. ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഫുൾ ആവണം ഇത് ഷിപ്പ് ചെയ്യണമെങ്കിൽ, അതിന് എന്തുമാത്രം വെയിറ്റ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നുണ്ട്? ഒരു 40 ഹൈ ക്യൂബ് കണ്ടെയ്നർ ആയാലും 20 ഫീറ്റ് കണ്ടെയ്നർ ആയാലും അതിനകത്തൊരു വെയിറ്റ് അലവൻസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആൾറെഡി. എങ്കിൽ തന്നെ ഒരു 26 ടൺ, അതാണ് ഒരു സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണലി നമ്മൾ പറഞ്ഞേക്കുന്നത് 26 ടൺ കാർഗോ മാക്സിമം കയറ്റാൻ പറ്റുന്നത്. ഓക്കെ, അത് 20 ഫീറ്റിലായാലും 40 ഹൈ ക്യൂബിലായാലും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20 ഫീറ്റിനകത്ത് ഹെവി കാർഗോ നമുക്ക് കയറ്റാം, 40 ഹൈ ക്യൂബിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വോളിയം കാർഗോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര 3 പേരുള്ള ഒരു കമ്പനിയായി ഫോം ചെയ്തു. നിങ്ങൾ ഏത് സിറ്റിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ വരെ ഓപ്പറേഷൻ കൊടുത്തു? നമ്മൾ ചൈനയില് ഇവു പറയും, YIWU. ഓക്കെ, ഇത് ഷാങ്ഹായിക്ക് അടുത്താണ്. നിങ്കോ പോർട്ടിൽ നിന്ന് ഒരു 180 കിലോമീറ്റർ അകലെയാണ്. അത് ചൈന ഒരു ഇന്റർനാഷണൽ ട്രേഡ് സിറ്റി ആയിട്ട് ഡെവലപ്പ് ആക്കിയ ഒരു പുതിയ സിറ്റിയാണത്. നമ്മൾ ഫ്രീ സോൺ പോലെ അങ്ങനെയുള്ള പോലെ ആണോ? അല്ല, അത് ഫ്രീ സോൺ അല്ല, പക്ഷെ ഫ്രീ ഇക്കണോമിക് ഏരിയ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈനയിലുള്ള മാത്രമുള്ള ഒരു ഓപ്പറേഷനാണ് നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ചൈനയിൽ നിന്ന് ആദ്യമേ ഇവുന്ന് ഓഫീസ് തുടങ്ങി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഗ്വാങ്ചോയിൽ തുടങ്ങി. അപ്പോൾ ഗ്വാങ്ചോയിൽ ഓഫീസായി. ഗ്വാങ്ചോയിൽ ഇവുവിൽ നമുക്ക് ഓഫീസ് ആയതിനു ശേഷം നമുക്ക് പിന്നെ തോന്നി നമുക്ക് ആഫ്രിക്കയാണ് നമ്മുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് കോങ്കോ. ഓക്കെ, അത് വെസ്റ്റ് ആഫ്രിക്കയിലാണ്. വെസ്റ്റ് ആഫ്രിക്കയിൽ അത് കോങ്കോ കിൻഷാസ പറയുന്നത്, അവിടെ നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്തു. പിന്നെ ഗാനയിൽ നമുക്ക് ഓഫീസുണ്ട്.
പിന്നെ സാംബിയയിൽ നമുക്ക് ഓഫീസുണ്ട്. പിന്നെ ഓഫീസ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്കെല്ലാം അവിടെ ലോക്കൽ പാർട്ട്നേഴ്സുമായിട്ട് നമുക്ക് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടോട്ടെല്ലാം നമുക്ക് ഈ ഡോർ ടു ഡോർ സർവീസ്, പിന്നെ ഈ എന്താ പറയുന്നത് ഗ്രൂപ്പേജ് സർവീസസ്. ഗ്രൂപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇപ്പം 5 CBM 3 CBM 10 CBM അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതൊക്കെ നമുക്ക് കമ്പൈൻ ആക്കിക്കൊണ്ട് നമ്മളവിടെ ക്ലിയറൻസ് ആക്കി ഈ കസ്റ്റമർക്ക് നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകാം, ഇൻക്ലൂഡിങ് ഡ്യൂട്ടിയും എല്ലാം. അപ്പോൾ ഒരു DDU ആയിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും, ഡോർ ടു ഡോർ സർവീസ്. ഈ അവസരങ്ങളിൽ എപ്പോഴെങ്കിലും ഇന്ത്യയിലോട്ടോ കേരളത്തിലോട്ടോ ഷിപ്മെന്റ് പോയിട്ടുണ്ടോ? നമുക്ക് കൊച്ചിയിൽ ആക്ച്വലി തുടക്കത്തിൽ നമുക്ക് ഇന്ത്യയിലോട്ട് കസ്റ്റമേഴ്സ് ആരും ഇല്ലായിരുന്നു. കാരണം മേജറായിട്ടുള്ള ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ അറിഞ്ഞ് പിന്നെ ആദ്യമേ ഒരു കസ്റ്റമർ വന്നു. അത് നമ്മുടെ ബ്രോഡ്വേ എന്നാണ്. താങ്കൾ കൺസൈൻമെന്റുകൾ പല രാജ്യത്തേക്കും അയക്കുമെന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യയിലോട്ടുള്ള കൺസൈൻമെന്റോ കേരളത്തിലേക്കുള്ള കൺസൈൻമെന്റ് പറ്റി 2 വാക്ക് പറഞ്ഞാൽ. കേരളത്തിലോട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ ഐറ്റമാണ്. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റ്സിന് ഒരു കൾച്ചർ ഡെവലപ്പ് ആയ അപ്പോൾ അതിന് നമുക്ക് ഇവു മാർക്കറ്റാണ് ഏറ്റവും നല്ലത്. അവിടെ നമുക്ക് എല്ലാ സാധനവും അവിടെ മാർക്കറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും, വലിയ ക്വാണ്ടിറ്റി അല്ലാതെ. അപ്പം നമ്മളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസോളിഡേഷൻ, അതായത് ഒരു 200 സപ്ലയറൊക്കെ കാണും ചിലപ്പോൾ ഒരു കണ്ടെയ്നറിൽ. ഇവരുടെ എല്ലാ സാധനവും നമ്മൾ വെയർ ഹൗസിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ അത് റിസീവിങ് ചെയ്യുന്നത്, അതിൻ്റെ പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അതിനെ ഓരോ ഐറ്റവും ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി മേക്ക് ഷുവർ ആക്കുന്നത്, ഓക്കെ അതിൻ്റെ എന്താ പറയുന്നത് ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇത് രണ്ടും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊരു വലിയ ജോബാണ്. ഇതിൽ ഞങ്ങൾ നല്ല സ്പെഷ്യലൈസ് സ്റ്റാഫിനെയാണ് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ അപ്പോൾ ഇതാണ് കേരളത്തിലോട്ട് ഏറ്റവും ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. പക്ഷേ വളരെ ലോ പെർസെൻറ്റേജേ ഉള്ളൂ ഇന്ത്യയിലോട്ടുള്ള ഷിപ്മെന്റുകൾ. കേരളത്തിലോട്ട് ഇല്ല. കൺസ്യൂമർ ഇപ്പൊ അതായത് ഗിഫ്റ്റ് ആയിട്ട് ആർട്ടിക്കിൾസ്, പിന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി, ഫർണിച്ചർ ഗോഞ്ചിന്നാ പോകുന്നത്, യുവു സിറ്റി എന്നല്ല. പിന്നെ നേരത്തെ ആണെങ്കിൽ ടോയ്സ് പോകായിരുന്നു. ഇപ്പൊ ടോയ്സിന് കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ, ഒരുപാട് ഐറ്റം മിക്സ് ആക്കിക്കൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും യുവു. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം കേരളത്തിലോട്ട് പോകുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഫാബ്രിക്, പിന്നെ അതുകൊണ്ട് ചെറിയ ചെറിയ ഈ പിന്നെ അക്സസറീസ് ഒക്കെ ഇതെല്ലാം മൂവ് ആവുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ ചൈനയിൽ താങ്കൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി സക്സസ് ആയിട്ട് പോകുന്നു, താങ്കളുടെ ഫാമിലി അവിടെ ഉണ്ട്. ഇന്ത്യക്കാരും വേറെ ഉണ്ടോ താങ്കളുടെ കമ്പനിയിലെ ജോലിക്ക്? ഇന്ത്യക്കാർ നമുക്ക് ഒരു 3 പേരുണ്ട് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ബ്രാഞ്ച് മാനേജേഴ്സും ഇന്ത്യക്കാരാണ്. അവർ ചൈനയിലുണ്ട്. അവരവരുടെ ഫാമിലി ആയിട്ടാണ് ചൈനയിലുണ്ട്. അതെ. ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ഒരു മലയാളിയോട് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനോട് ചൈനയിലുള്ള സ്റ്റാർട്ടപ്പിനെ പറ്റി താങ്കൾ പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഹൈ പറയും, അല്ലെങ്കിൽ കടന്നു വരുമെന്ന്? ചൈനയിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ ആദ്യമേ അവിടെ വന്നൊരു എക്സ്പീരിയൻസ് ആവണം. ഓക്കെ, ഒന്ന് ലാംഗ്വേജ്, പിന്നെ അവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ കുറേ ഒന്ന് മനസ്സിലാവണം. അപ്പം ഒരു ഫസ്റ്റ് ഒരാൾ വന്ന് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഓൺ ലൈസൻസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടുത്തെ ടാക്സേഷന്, താരിഫ്, അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഒരു ലൈനിൽ പറഞ്ഞാൽ ഫേവറബിൾ ആണോ വർക്കേഴ്സിന്? അല്ലെങ്കിൽ അവിടെ വർക്കേഴ്സിനായിട്ട് ഇൻഡസ്ട്രിയലിസ്റ്റ് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്പോർട്ടിന് ടാക്സ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ടേൺ ഓവറിലും നമ്മുടെ പ്രോഫിറ്റിലുമാണ് അവിടെ ടാക്സ് കൊടുക്കുന്നത്. അത് നമുക്ക് അത്യാവശ്യമുണ്ട്. നെറ്റ് പ്രോഫിറ്റിന്റെ മേളിൽ ഏകദേശം 26% നമുക്ക് ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ടാക്സ് ഇന്ത്യയിൽ പോലെ തന്നെയാണ്, അത്യാവശ്യം അവിടെ പേ ചെയ്യേണ്ടതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് നല്ല സപ്പോർട്ടീവാണ് ബിസിനസ്സിനായിട്ട്. ഷാജി, അവിചാരിതമായിട്ട് ഹ്യൂസ്റ്റണിൽ കണ്ടുമുട്ടി. താങ്കളുടെ ഈ അമേരിക്കയിലോട്ടുള്ള വരവിനെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ എന്തിനാണ് അമേരിക്കയിലോട്ട്? ഓക്കെ, എനിക്കിപ്പോൾ ചൈനയിൽ നമ്മുടെ ഓഫീസുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പം ദുബൈയിലായാലും നമുക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിൽ നമുക്ക് ഓഫീസുണ്ട്. ഇന്ത്യയിലോട്ട് നമുക്ക് പോകുന്നുണ്ട്. തായ്ലൻഡിൽ നമ്മളൊരു ടൈപ്പ് ഉണ്ട്. അപ്പം US-ന് ഇപ്പം എന്താ പറയുന്നത്, US-ലോട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വിസിറ്റ്. അപ്പം ഒന്ന് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് വന്നത്. നമുക്ക് ഇവിടുന്ന് എന്താണ് നമുക്ക് ചൈനയിൽ നിന്ന് നമുക്ക് US-ലോട്ട് എന്താണ് അയക്കാൻ പറ്റുന്നത്, US-ൽ നിന്ന് എന്താണ് ചൈനയിലോട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യയിൽ നിന്ന് എന്താണ് പിന്നെ US-ലോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്റ്റഡിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണോ അമേരിക്കയ്ക്ക് വരുന്നത്? അല്ല, ഇത് 2ാമത്തെ തവണയാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണല്ലോ.
ഇന്ത്യയിലെ ഓപ്പറേഷൻസ് ഡെവലപ്പ് ചെയ്യാനോ അതിനെപ്പറ്റി രണ്ടു വാക്ക് പറഞ്ഞാൽ. ഇന്ത്യയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ കുറേ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് ഇന്ത്യയിൽ നമ്മൾ എന്ത് ഐറ്റമാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. കാരണം പല പ്രോഡക്റ്റുകൾക്കും ഗവൺമെൻറ് സ്റ്റാൻഡേർഡൈസേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ അറിയണം, ഏത് പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ചെയ്യാവുന്ന പ്രോഡക്റ്റുകൾ നമ്മൾക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ കസ്റ്റം ഡിക്ലറേഷനൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അറിയണം. അതൊരു വലിയ പാർട്ടാണ്. ഓക്കെ, അപ്പം കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റിയും അതിൻ്റെ നമ്പേഴ്സും ഒക്കെ നമ്മൾ കറക്റ്റ് ഡിക്ലെയർ ചെയ്ത് HS കോഡ് ഡിസ്ക്രിപ്ഷനൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ നമ്മുടെ GSTയും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് നമുക്കത് ക്ലിയറൻസ് ആക്കി എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തോടാണ് കൂടുതൽ ഫ്രൈറ്റ് പോകാറുള്ളതെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ബോംബെയിലേക്കാണ്. ഓക്കെ, ബോംബെയാണ് ഇന്ത്യയുടെ ഒരു ഗേറ്റ് വേ. അപ്പം ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ചെന്നൈ, പിന്നെ കൊച്ചിയിലുണ്ട്, എങ്കിൽ തന്നെ കൽക്കട്ട, പിന്നെ ഗുജറാത്ത്, ഓക്കെ, അതായത് മുണ്ട്ര പോർട്ട്, ഈ പോർട്ടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് അവിടെ നിന്ന് പോയിട്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? നമുക്ക് നമ്മുടെ ഓൺലൈൻ നമ്പേഴ്സ് ഉണ്ട്. ഗുഡ്വിൽ ഫ്രൈറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ എല്ലാ ലൊക്കേഷൻസിൻ്റെയും നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കുള്ള ഓഫീസുകൾ, അവിടുത്തെ മാനേജേഴ്സ്, അവരുടെ ഇമെയിൽ, കോൺടാക്ട് ഡീറ്റെയിൽ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം www.goodwilltrade.com അല്ലെങ്കിൽ www.goodwillfreight.com ഇതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും കോൺടാക്ട് അവിടെ കിട്ടും, ഓരോരോ സ്ഥലത്തെ. താങ്കൾ ശാസ്താംകോട്ടെ ജനിച്ചതെന്ന് പറഞ്ഞു, ബോംബെയിലും ഇപ്പോൾ ചൈന വരെ എത്തി നിൽക്കുന്നു. താങ്കളുടെ മറ്റ് സിബ്ലിങ്സ് അല്ലെങ്കിൽ പേരൻസ്, അവരെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞാൽ അവരൊക്കെ ഏത് ലെവലിലാണ്, എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഫാമിലി, ഞങ്ങൾ അച്ഛനും അമ്മയും 4 പേരാണ്. 2 ഞാനും, ഞാൻ ഏറ്റവും മൂത്തത്. എൻ്റെ യങ്ങർ ബ്രദറുണ്ട്, 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇപ്പം ഫാദർ ഇപ്പം ഇല്ല, അമ്മയുണ്ട്. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. പിന്നെ ബാക്കി ബ്രദറിൽ 2 പേര്, ഒരാൾ മിലിറ്ററിയിലാണ്, ഒരാളൊരു എഞ്ചിനീയറാണ് പ്രൈവറ്റ് കമ്പനിയിൽ. പിന്നെ ബ്രദറിനും ബിസിനസ് ആണ്, നാട്ടിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം സെറ്റിലാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ. ഈ ബിസിനസ്സിൽ ആരും കുടുംബത്തിൽ നിന്ന് ആരും വരുന്നില്ല ഇന്ത്യയിലെ ഓപ്പറേഷനിലോ? ഇന്ത്യൻ ഓപ്പറേഷനിലുണ്ട്. നമുക്ക് നമ്മുടെ അടുത്തുള്ള ആളും റിലേറ്റീവ്സും എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ടീമുണ്ട്. ടീമെല്ലാം നമ്മൾ ഡെവലപ്പ് ആക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ജോലി സാധ്യതകൾ ചോദിച്ചാലുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് പല സ്ഥലങ്ങളിലേക്ക്, നമുക്ക് ഇപ്പോൾ ആഫ്രിക്കയിലോട്ട് ഒക്കെ ആയാലും മാനേജേഴ്സിൻ്റെ ഒക്കെ ആവശ്യങ്ങളുണ്ട്. അപ്പം പിന്നെ നല്ല ഓപ്പറേറ്റേഴ്സ്, സെയിൽസിൽ ഒക്കെ നമുക്ക് വേക്കൻസീസ് ഉണ്ട്. അപ്പം ആ സമയമാകുമ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കും. തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. താങ്കൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ അയക്കുകയാണ്. താങ്കൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതിലോട്ട് കടക്കണമെന്ന് താല്പര്യമുണ്ടോ? നമ്മൾ അതായത് നമ്മുടെ അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് പോയി. ഏകദേശം 3 വർഷം തിരിച്ചു വരാൻ പറ്റിയില്ല, ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. ആ സമയത്ത് പിന്നെ ഇന്ത്യയിൽ വന്ന് എന്താ ചെയ്യുന്നത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ ഇന്ത്യയിലോട്ട് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ കുറച്ച് പിന്നെ റൂഫിംഗ് മെറ്റീരിയൽ, ഓക്കെ, അതായത് സെറാമിക് റൂഫിംഗ് ടൈൽസ്, ഈ റൂഫിംഗ് ഷിംഗിൾസ്, പിന്നെ ഈ സ്റ്റോൺ കോട്ടഡ് ടൈല്, അത് നമ്മുടെ ഷിംഗിൾസ് കോട്ടഡ് ആയിട്ടുള്ള വരുന്ന ടൈൽസ് ഇതുണ്ട്, ഷീറ്റുണ്ട്, പിന്നെ സിലിക്കോണ്, ഈ മെറ്റീരിയലെല്ലാം നമ്മൾ ബ്രാൻഡിങ് ചെയ്ത്, ഓക്കെ, അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിങ് ചെയ്ത് നമ്മൾ നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഭരണിക്കാവിലൊരു വെയർ ഹൗസ് ഉണ്ട്, പിന്നെ പെരുമ്പാവൂരിലൊരു വെയർ ഹൗസ് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല വോള്യൂം അത് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ബിസിനസ് ലൈവാണ്. അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു ടീമും ഉണ്ട് നാട്ടിൽ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ജിം എക്യുപ്മെൻറ്റ്, ഓക്കെ, ജിം എക്യുപ്മെൻറ്റ് നമ്മൾ ബ്രാൻഡിങ്, അത് ഹോംമെയ്ഡ് ഫിറ്റ്നസ് എന്നുള്ള പേരിൽ ജിം എക്യുപ്മെൻറ്റ് ബ്രാൻഡിങ് ചെയ്ത് അത് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് ഒരു ജിം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
പ്രൊഫഷണലായിട്ട് അത് നമ്മൾ ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നു. പിന്നെ അവിടെ നമ്മുടെ പിന്നെ കടമ്പനാട് ഒരു ജിം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ സ്റ്റാൻഡേർഡായിട്ട് ഒരു 3500 സ്ക്വയർ ഫീറ്റിനകത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു എല്ലാം ലേറ്റസ്റ്റ് ഇക്വിപ്മെൻറ്റ് വെച്ചിട്ട് ഒരു ജിം നമ്മൾ AC ജിം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അവിടെ രണ്ട് കാര്യമാണ്, വരുന്ന ആൾക്കാർക്ക് ഇക്വിപ്മെൻറ്റ് കാണാം, പിന്നെ പബ്ലിക്കിനത് യൂസ് ചെയ്യാം. ഫീസ് ഒന്നുമില്ല. ഫീസ് ഒരു മിതമായ ഫീസാണ് വെച്ചേക്കുന്നത്. ഓക്കെ. താങ്കൾ ഹൗ ഓഫ്റ്റൺ യു ട്രാവൽ ടു ഇന്ത്യ ഓർ ഹോം? അത്യാവശ്യം വരുമ്പോൾ ഓരോ ഇപ്പം ബിസിനസ് ആവശ്യത്തിനായിട്ട് അങ്ങോട്ടും ഒക്കെ പോകണ്ടേ, ആ സമയങ്ങളിൽ ഇപ്പം ഇടയ്ക്ക്, കാരണം നാട്ടിലും ബിസിനസ് ഉണ്ട് ഇവിടെയുണ്ട്, അപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവലുണ്ട്. അല്ലാത്ത പക്ഷം വർഷത്തിലൊരിക്കൽ ഫാമിലിയായിട്ട് നാട്ടിൽ പോകും. അത് ഫെബ്രുവരി ചൈനീസ് ന്യൂ ഇയർ ഹോളിഡേ വരുമ്പോൾ ഒരു മാസം നമുക്ക് ഹോളിഡേ ഉണ്ട്, അപ്പോൾ പോകും. മിസ്റ്റർ ഷാജി, താങ്കൾ വളരെ ഹാപ്പിയാണ്, കണ്ടന്റഡ് ആണ്. എങ്കിലും ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് കരിയറിൽ ചെറിയ തുടക്കകാലത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബോംബെയിൽ എത്തുന്നത്. ബോംബെയിൽ എത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു വിഷനായി ഏത് ലൈനിൽ നിൽക്കണം. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് എന്നുള്ളത് നമുക്കൊരു പാഷൻ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ആയി. പിന്നെ അതുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആ ജോലിയെ നമ്മൾ ശരിക്കും ലൈക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് പാഷനാണ്. അമേരിക്കയിൽ വന്ന് പല മലയാളികളെയും കണ്ടു, വിഷ്ണുവിനെ കണ്ടു. ഇവിടെ വന്നിട്ടൊരു ജനറൽ ഒപ്പീനിയൻ എന്താണ് മലയാളീസിനെ പറ്റിയും, അല്ലെങ്കിൽ താങ്കൾ കാണുന്ന ഒരു ഇവിടെ അമേരിക്കയിൽ വന്ന് ഞാൻ ന്യൂയോർക്കിലുണ്ടായിരുന്നു. അവിടെ ഒരു കൺവെൻഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ നോർത്ത് കരോളിന ബ്രദറിലും ഉണ്ട്, അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ ഹ്യൂസ്റ്റണിൽ വന്നു. എല്ലായിടത്തും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ വളരെ ഓപ്പൺ ആണ്. പിന്നെ ടൈം, എന്താ പറയുന്ന വാക്കുകൾ, ഇതിനൊക്കെ വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആണ്. അപ്പം എനിക്ക് വളരെ ഒരു നല്ല കമ്മ്യൂണിറ്റിയാണ്. കുറച്ചുകൂടെ നമുക്ക് ഒരു വളരെ വെൽ കൾച്ചേർഡ് കമ്മ്യൂണിറ്റിയാണ് അമേരിക്കൻ മലയാളീസ് എന്നെല്ലാം എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച്. ഈ ഇൻ്റർവ്യൂവിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂ സഹകരിച്ചതിന് ഷാജി, താങ്കളോടും താങ്കളുടെ ബ്രദറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.